ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നല്ല, ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അത് വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. നിങ്ങൾക്ക് ഇതിൽ തമ്മിലില്ല ആ ഒരു പിക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പലർക്കും ചെയ്യാനായിട്ടുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി നോക്കൂ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെടുത്തിട്ടുള്ള ക്ലോത്ത്. ജൂട്ട് മെറ്റീരിയൽ പോലെ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ പീസ് വലിയ പീസ് എടുത്തിട്ടുള്ളത് ഒരു 5.5 ഇഞ്ച് ലെങ്ത്തിലും വിഡ്ത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ പീസ് ഒരു 3.5 ഇഞ്ച് ലെങ്ത്തിലും 4 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെയിം എടുത്താലും കുഴപ്പമില്ല കേട്ടോ, 4 ഇഞ്ചിന് വീതം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടിക് ടാക് ക്ലിപ്പാണ് ഞാനിതെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടിക് ടാക് ക്ലിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിഗേറ്റർ ക്ലിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഹെയർ ബാൻഡിൽ വേണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു വലിയ ക്ലോത്തിനെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2 അറ്റത്തുനിന്നും ഒന്ന് നടുക്ക് വരേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ സെൻറ്ററിൽ ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ അവിടെ ഒരു ഹോൾ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ 2 ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വേറെ കളറിൽ ത്രെഡ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ സ്റ്റിച്ചിനെ സെൻറ്ററിലേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് 2 അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 2 അരികുവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിട്ടിട്ടുണ്ടായിരുന്ന ഭാഗമല്ലേ, സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഹോൾ പോലെ ഇട്ടുണ്ടായിരുന്നത്, ആ ഭാഗം കൂടെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ടെടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കൂർത്ത സംഭവങ്ങൾ വെച്ചിട്ട്, എന്തെങ്കിലും ഇപ്പോൾ പെന്നോ പെൻസിലോ അല്ലാന്നുണ്ടെങ്കിൽ കത്രികയുടെ തുമ്പോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് കുത്തി ലെവലാക്കി കൊടുക്കാം കേട്ടോ. അരികുവശമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കത്രിക വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെന്നോ പെൻസിലോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇവിടെ കത്രിക വെച്ചിട്ട് അരികുവശമൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെറിയ പീസിനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബോയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ സൂചി നൂലും ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം കെട്ടി കൊടുക്കേണ്ടതായിരിക്കും കേട്ടോ നല്ലത്. ജസ്റ്റ് എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം അതിന് ഉള്ളിൽ കൂടെ നമുക്ക് ആ ഒരു നീഡിൽ കടത്തി കൊടുത്ത് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം. 2 പീസും ഇതുപോലെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് മടക്കിയിട്ട്, അപ്പോൾ ആ മടക്കുന്ന സമയത്ത് കറക്റ്റാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് കിട്ടുന്നത് നോക്കിയിട്ട്, ഞാൻ 2-3 തവണ ഞാൻ മാറ്റി മാറ്റി ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. നമുക്കത് എങ്ങനെയാണോ ഭംഗിയായിട്ട് തോന്നുന്നത് അതുപോലെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് താഴോട്ടേക്ക് മടക്കി അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം എടുത്തത്. പക്ഷേ മുകളിലോട്ട് മടക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു മെറ്റീരിയലിൽ മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതെടുത്തെന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. നെറ്റൊക്കെ നല്ല നല്ല 2-3 ലെയറൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ ഒരു ഫ്ലഫി ആയിട്ട് നിൽക്കും. അപ്പോൾ അതൊന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ, അതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നീഡിൽ നന്നായി ഒന്ന് കെട്ടിട്ടെടുത്തതിന് ശേഷം നമുക്കത് നീഡിൽ ആ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു ഇതിനും ചെറിയ പീസും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചെറിയ പീസും ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലത്തെ ബോയൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം ഇതേപോലെ 2 കളറിലൊക്കെ ഉള്ള ബോകളൊക്കെ വെച്ച് 2 കളറിലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് ബോകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ തുന്നി കൊടുത്തതിന് ശേഷം രണ്ടും കൂടെ വെച്ച് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കെട്ടിട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ആ ഒരു എന്താ പറയുക, വേറൊരു ത്രെഡും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. ആ ത്രെഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോ പോലെ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വേറെ പീസൊന്നും വെച്ച് ഞാൻ ബോ സെറ്റ് ചെയ്തെടുക്കണമെന്നില്ല. ഈ ഒരു ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഷോൾഡറിലൊക്കെ ത്രെഡ്
ഇത് കൊടുക്കില്ലേ, ടൈ വെച്ച് കൊടുക്കില്ലേ, ആ ഒരു ത്രെഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡോറിയൊക്കെ ചെയ്യാനായിട്ട് ബ്ലൗസിലൊക്കെ ഡോറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. പിന്നെ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ബാക്ക് ടൈ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് അതിൻ്റെ അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രയാണോ അതിലേക്ക് ആവശ്യം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ വെച്ചതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ ലെങ്ത്തിൽ മുടിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡോറി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മുൻപും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡോറി ക്ലിപ്പായിട്ടല്ലായിരുന്നു, നമ്മൾ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ താഴോട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഡോറിയൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പട്ടുപാവാടയുടെ കൂടെയൊക്കെ അതിൻ്റെ സെയിം കളറുകളൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡോറി ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു നമ്മൾ ഫ്രോക്കിലൊക്കെ ചെയ്തെടുക്കുന്ന പോലത്തെ അങ്ങനെ ഒരു മാത്രമാണ് ചെയ്യണത് കേട്ടോ. അത് ഹെയർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ഡോറി സെറ്റ് ചെയ്യില്ലേ നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കാനായിട്ട്, അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി 2 പീസ് ക്ലോത്ത് എടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റ് ഇതുപോലെ രണ്ടറ്റും ഒരുപോലെ ഇതുപോലെ ഇങ്ങനെ കോണാകൃതിയിൽ വരില്ലേ, അതുപോലെ വെച്ച് കൊടുക്കുക, വീഡിയോയിൽ കാണുന്നത് പോലെ. അതിന് ശേഷം അതിൻ്റെ ഇടയിലേക്ക് ത്രെഡ് വെച്ചിട്ട് മടക്കിയിട്ട് അരികത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിട്ടെടുക്കുക, അതിനൊന്നിങ്ങനെ മറിച്ചിട്ടെടുത്താൽ മതി. അപ്പം ഞാൻ മറിച്ചിട്ടുള്ളത് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പം ഞാൻ എന്താ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്, ഡോറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. രണ്ടറ്റം ഒരേപോലെ വരുന്ന വിധത്തിൽ വേണമെങ്കിൽ അങ്ങനെ കെട്ടിക്കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത്, ഒരെണ്ണത്തിന് ലെങ്ത്ത് കൂടുതലും ഒരെണ്ണത്തിന് ലെങ്ത്ത് കുറവായിട്ടൊക്കെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കുറച്ച് ലെങ്ത്ത് കുറവായിട്ടാണ് ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലൊന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തതിന് ശേഷം അതിനൊന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ സെൻറ്ററിലോട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ആ രണ്ടറ്റും സെൻറ്ററിൽ വരുന്ന വിധത്തിലായി കിട്ടും. ആ സമയത്ത് നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. ജസ്റ്റ് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ ആണ് നന്നായി ഒട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്യാം. B7000 നന്നായി ഗ്ലൂ ഒട്ടേണ്ടതാണ്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. കുറച്ച് സമയം വെക്കേണ്ടി വരുന്നു മാത്രം. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബോർഡ് ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ പോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ത്രെഡ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. കറക്റ്റാക്കിയിട്ട് അതിലോട്ട് നമുക്ക് എങ്ങനെയാണോ ആ ഒരു ബോർഡർ ഷേപ്പായിട്ട് അല്ലെങ്കിൽ ഫ്ലവറായിട്ടോ എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ത്രെഡ്, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൽ പണി, വേറെ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ബോണ്ടാക്കിയിട്ട് അതിലൊരു ത്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണു, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു ബോയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് മുടിയിലൊക്കെ ഈ ഒരു ഗോൾഡൻ്റെ ത്രെഡൊക്കെ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഭാഗത്തു നിന്ന് ആദ്യം മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഗ്ലൂ ആക്കിയിട്ട് അതിലോട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂ കണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടുമല്ലോ നമുക്ക്. പിന്നെ അടുത്ത ഭാഗം ഇതേപോലെ തന്നെ മടക്കിയിട്ട് അതിൻ്റെ മീതോട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഹെയർ ക്ലിപ്പിനുള്ള ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ക്ലിപ്പിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക വേണ്ടോ. അത് ക്ലിപ്പിലായിട്ട് വേണമെങ്കിൽ ക്ലിപ്പിലായിട്ട് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോക്കിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ബോ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. സെൻറ്ററിലൊക്കെ ഈ ഒരു ബോ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ ബോ വെച്ച് കൊടുക്കുമല്ലോ, അപ്പോൾ ഫ്രോക്കിലൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ആ ഒരു ഹെയർ ക്ലിപ്പിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ആ ഒരു ക്ലിപ്പിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ഒട്ടിച്ചത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്.
ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂ കുറച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പാട് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ആ ഒരു ഇങ്ങനെ പൊന്തി നിൽക്കുന്ന വിധത്തിൽ ഗ്ലൂ നിൽക്കും. B7000 ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അവിടുത്തെ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയില്ല ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ല കേട്ടോ. പക്ഷെ ഞാനിതിപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇവിടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ക്ലിപ്പിലും ഇതേപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇങ്ങനെ ആ ഒരു ബോട്ടി നിൽക്കാൻ വിധത്തിൽ ഞാൻ ആകെ ഗ്ലൂ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് മുടിയിൽ കുട്ടികളുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഹെയർ ഒതുക്കി കൊടുത്തിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ടൊക്കെ കുത്തി കൊടുക്കില്ലേ. അപ്പോൾ അതിങ്ങനെ ഞണ്ടിക്കെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിന് മീതെ ഇതൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ബൈ.